അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ മോമിനിയങ്ങളെ, അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നത് ഖുർആനിലുള്ള കുറേ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഈമാനികരമായ വിശ്വാസം, മോമിനിയങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ ഈ വിശ്വാസത്തിനെ പറ്റിയിട്ട് തന്നെ വീഡിയോകളിങ്ങനെ ചെയ്തുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ മുന്നോട്ട് കടക്കണം. ഞാൻ പറഞ്ഞല്ലോ, മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകുന്നതിന് വിശദമായിട്ട്. അതിൽ നമ്മൾ നന്നാവണം. ഒരുപാട് നന്നാവാനുണ്ട്. എത്ര ആളുണ്ടെങ്കിലും അവരുടെ ഹൃദയങ്ങളൊക്കെ ഒരുപാട് നന്നായിട്ട് വരേണ്ടതുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് തസ്ബിയ ദിക്റുകളൊക്കെ ചെല്ലണം. ഓരോന്ന് ഞാൻ വഴിക്ക് വഴി പറയും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അത് അപാരാണ്. അതിൽ പലതും ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ചിന്തിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. എത്ര ചിന്തിച്ചാലും ഒരു അറ്റമില്ലാത്ത, ചിന്തിച്ചാൽ ഒരു പിടുത്തം കിട്ടാത്ത രൂപത്തിലുള്ള ഒരു പോക്കാണ് ഖുർആൻ്റെ പോക്ക്. അതിൽ ദൃഷ്ടാന്തങ്ങളൊക്കെ ഉണ്ട്, പല ദൃഷ്ടാന്തങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ തേടി പിടിക്കണം. അത് പിടിച്ച് അവന് കിട്ടിയത് വിശ്വസിച്ച് പ്രവർത്തിച്ച് അവൻ ചെയ്താൽ അവൻ രക്ഷപ്പെട്ടു. ഖുർആനെ പോലത്തെ ഒരു ജീവിതം ഒരു മനുഷ്യനാക്കി കിട്ടുകയാണെങ്കിൽ അവൻ എത്രയോ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു അങ്ങനത്തെ ഖുർആൻ മനസ്സിലാക്കി ഹക്കിൽ ജീവിക്കുന്ന മോമിനിയങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇവിടെ ഞാൻ ഒരായത്തുകളെ മുന്നിൽ പറയാണ്. അതെന്ന് പറഞ്ഞാൽ സൂറത്തുൽ അൻആം, അൻആമിൽ 142 ഒരായത്തുണ്ട്. 142 ഒരായത്ത്. ആ ആയത്ത് നമ്മളെ കുറേ ചിന്തിപ്പിക്കും. ഞാൻ ഇന്നലെ ഒരു ആയത്തിട്ടല്ലോ, ഒരു ചിന്തിപ്പിക്കുന്ന സ്വഹാബികളും, പിന്നെ ഈ ഇത് പറഞ്ഞല്ലോ, സ്വഹാബികളും ജൂതന്മാരും മുസ്ലിങ്ങളും ഒക്കെ അള്ളാഹുവിന് നല്ല ഇബാദത്ത് നല്ലത് ചെയ്താൽ നല്ല ഗുണങ്ങൾ അള്ളാഹു കിട്ടുന്നു. നിങ്ങൾ കണ്ടാലേ അത് മനസ്സിലാവും. ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ അള്ളാഹു നമുക്ക് പല ഭക്ഷണങ്ങളും നൽകിയിട്ടുണ്ട്. സൃഷ്ടിപ്പിൽ അത് പ്രപഞ്ചത്തിൽ പല ഭക്ഷണങ്ങളുണ്ട്. ഹറാമായതുണ്ട്, ഹലാലായതുണ്ട്, കറാഹത്തായതുണ്ട്, തൊടാൻ പറ്റാത്തതുണ്ട്. അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കാണാം. പല ജാതിയിൽ പല ഭക്ഷണങ്ങൾ തൊടാൻ പാടില്ല. ചില ഭക്ഷണങ്ങൾ കഴിക്കാം, ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയും. ഇതിൽ പറയുമ്പോൾ മതത്തിൽ ഭക്ഷണത്തിൽ മതമുണ്ടോ എന്ന് ചോദിക്കും ചില ആൾക്കാർ. ഭക്ഷണത്തിൽ മതമില്ല, അതിന് കാഷ്ട നമുക്ക് തിന്നല്ലോ, അതൊരു നജസ്സല്ലേ, ബോഡിയിൽ നിന്ന് ബോഡി വേസ്റ്റ്. അതുപോലെ വേസ്റ്റാക്കപ്പെട്ട ഭക്ഷണങ്ങളുണ്ട്, ബോഡി വേസ്റ്റായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്. അത് തിന്നുന്ന ഒട്ടനവധി ജീവികളുണ്ട്. ഭക്ഷണം ബോഡി വേസ്റ്റ് കാഷ്ടങ്ങൾ തിന്ന് ജീവിക്കുന്ന പല ജീവികളും ഉണ്ട് ദുനിയാവിൽ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ലത് വെടുക്ക് രണ്ട് രൂപമുണ്ട്. ഒന്ന് നല്ല ഭക്ഷണം, വേറൊന്ന് വെടുക്കായ ഭക്ഷണം. അങ്ങനെ രണ്ട് ഭക്ഷണങ്ങളെ മനസ്സിനെ സംബന്ധിച്ച് അവന് ശ്രദ്ധയോടെ പാലിക്കേണ്ട കാര്യമാണ്. അത് ഖുർആനിൽ പറയുന്നുണ്ട്. 142 ആയത്തിൽ അള്ളാഹു പറയുന്നു. അതിൽ അള്ളാഹു പറയുന്നുണ്ട് ഒരു കാര്യം. എന്താ അറിയോ? ഈ ഒട്ടകത്തെയും അള്ളാഹു സൃഷ്ടിച്ചു, ആടിനെയും അള്ളാഹു സൃഷ്ടിച്ചു. നോക്കൂ, ഒട്ടകം തിന്നതെല്ലാം പുല്ലുകളും ജോളം, തവിട്, പിന്നെ വേവിച്ചത്, അതെല്ലാം ആടും തിന്നും, ആടും ഭക്ഷിക്കും. പക്ഷെ അള്ളാഹു പറയുന്നത് ഒട്ടകത്തെ അള്ളാഹു സൃഷ്ടിച്ച് ആടിനെയും അള്ളാഹു സൃഷ്ടിച്ച്. അത് രണ്ടും നമ്മൾ ചിന്തിക്കണം. അത് രണ്ടും കഴിക്കുന്ന ഭക്ഷണം ഒരേപോലെയാണ്. ഖുർആനിൽ പറയുന്ന രണ്ടെണ്ണത്തിനും ഒന്നിന് ഭാരം ചുമക്കാൻ കഴിയും, വലിയ വലിയ ഭാരങ്ങൾ ചുമക്കാൻ കഴിയും. മറ്റൊന്നിന് ഭാരം ചുമക്കാൻ കഴിയുന്നില്ല.
ഇത് രണ്ടിനും സൃഷ്ടിച്ചവന് അള്ളാഹുവാണ്. അതിൽ നിന്ന് അപ്പം ഉടനെ തന്നെ പറയണേ, നിങ്ങൾ അതിൽ നിന്ന് ഹലാലായതിന് നിങ്ങൾ ഭക്ഷിക്കുക. ഹലാലിനെ ഹലാലില്ലാത്ത ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് പിശാചിൻ്റെ ഭക്ഷണമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാഷ്ടം, മലമൂത്രം, പിന്നെ അങ്ങനത്തെ കാഷ്ടം തിന്ന് ജീവിക്കുന്ന വസ്തുക്കൾ, അങ്ങനെയൊക്കെ പിശാച് പല ഭക്ഷണം അല്ലാഹുലോ പല ഭക്ഷണങ്ങളൊക്കെ തിന്നു ജീവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഭക്ഷണങ്ങൾ അപ്പോൾ പിശാചിൻ്റെ ഭക്ഷണമാണ്. അപ്പോൾ ഹറാമായ ഒരു ഭക്ഷണം നമുക്കത് പിശാചിൻ്റെ ഭക്ഷണം. അതായത് പിശാച് നമ്മളെ കൊണ്ടുപോയിട്ട് ദുലൂമിൽ കൊണ്ടുപോയി ആക്രമണത്തിൽ കൊണ്ടുപോയി പിശാചിൻ്റെ കാലടി പാതകളെ നമ്മൾ പിന്തുടർന്ന് ജീവിക്കാൻ പാടില്ല. തെറ്റാണ്. മനുഷ്യനെ പിശാചി അതിലേക്ക് കൊണ്ടുപോയി തള്ളിവിടും. അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം, ഏത് ഭക്ഷണമായാലും നല്ലത് കഴിക്കുക. ഹറാമായ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അത് കൊണ്ടുവന്നു കഴിഞ്ഞാലോ നമ്മുടെ അമലുകൾ അല്ലാഹു തആല അതിൽ നിന്ന് ചുരുക്കപ്പെടും. അമല് അള്ളാഹു ദുആ സ്വീകരിക്കില്ല. ഒരു ഹറാമ് തിന്നുന്നവന് ദുആ ചെയ്താൽ എത്ര ദുആ എന്നിട്ട് എന്താ ഫലം കിട്ടില്ല. അതുകൊണ്ട് ഹറാമായ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഉണ്ട് ഈ ഒട്ടകമൊക്കെ എന്ന് പറഞ്ഞാൽ പാവം ഒരു വസ്തുവാണ്. കണ്ട ആടാണെങ്കിലോ എല്ലാം പോയിട്ട് കടിക്കും. പുല്ല്, അത് ഇത്, ചെടി, തക്കാളിൻ്റെ നമ്മളെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ സർവ്വതും കടിച്ചു തിന്നും. അത് വളരുന്നോ ഇല്ല. ആടിന് സാധാരണ ഒരു വലിപ്പമുണ്ട്, അത്രേ ഉള്ളൂ. ഒട്ടകാണെങ്കിലോ അതേ ഭക്ഷണം തന്നെ കഴിക്കുന്നത്. അതങ്ങനെ കണ്ടെടുത്ത് പോയിട്ട് അങ്ങനെ കടിച്ചു പിടിച്ച് തിന്നലൊന്നുമില്ല. അതൊരു ഇതാണ്. ഖുർആനിൽ ഒട്ടകത്തെ പറ്റിയിട്ട് പലതവണ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒട്ടകം വല്ല സൂക്ഷ്മതയോടെ നോക്കി വീക്ഷിച്ച് അവൻ്റെതാണ് ഇവൻ്റെതാണെന്നൊക്കെ വീക്ഷിച്ചിട്ട് അത് തിന്നുള്ളൂ. ഒട്ടകം പറഞ്ഞതുപോലെ കേൾക്കും. ആടും പറഞ്ഞ പോലെ കേൾക്കും. പക്ഷെ എല്ലാ ആടും കേട്ടോളണമെന്നില്ല. ഒട്ടകം എല്ലാം ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കും. അതൊരു അനുഭവത്തൊരു ജീവിയാണല്ലോ. അതിനാണ് ഖുർആനിൽ അങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ ഒട്ടകത്തെ നോക്കൂ, ഒട്ടകത്തിലേക്ക് നോക്കൂ, ശ്രദ്ധിക്കൂ, അങ്ങനെയൊക്കെ പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ അപ്പോൾ ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് നല്ല ഹലാലായ ഭക്ഷണങ്ങൾ നല്ല രൂപത്തിൽ നന്നായിട്ട് കഴിക്കുക. അള്ളാഹുവിനോട് നല്ല നിലയിൽ അടുക്കാനും നിങ്ങൾ തയ്യാറാവുക. അള്ളാഹു നമുക്ക് പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. എല്ലാ ഹറാമുകളും ഒഴിവാക്കി ഹക്കിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാ ഭക്ഷണങ്ങളും നല്ല ഭക്ഷണങ്ങളായി ഹലാല ആയിക്കൊണ്ട് നമ്മൾ കഴിക്കുക. ഹറാമായ ഒരു ഭക്ഷണവും നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രമിക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങളും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.